വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഇ ട്യൂട്ടർ ബമ്പർ ഒളിമ്പ്യാഡിന് ഇന്ന് തുടക്കമാകുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. 100 രൂപയാണ് ഇതിൽ പങ്കെടുക്കാനുള്ള ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും dreamdom.in.e-tutor എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. കൂടുതൽ വിവരങ്ങളുമായി ഡ്രീംദം ഇ ട്യൂട്ടർ CEO പി സുരേഷ് കുമാർ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സുരേഷ് കുമാർ, താങ്കൾക്ക് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തായിരിക്കും ഈ ഒളിമ്പ്യാഡിൻ്റെ ഒരു പ്രത്യേകത? പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഒളിമ്പ്യാഡോ എന്നവർ ആലോചിച്ചിട്ടുണ്ടാവും. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാർ, ആക്ച്വലി ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ശരിക്കും അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊച്ചു ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഒരു സ്കിൽഡ് ബിൽഡ് ചെയ്ത് അവർക്ക് ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള ഒട്ടനവധി സ്കോളർഷിപ്പുകൾ, അപ്പോൾ അതിന് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ എക്യുപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും ഡ്രീംദം ഇ ട്യൂട്ടർ. ഈ താങ്കളൊരു എൻട്രൻസ് എക്സ്പെർട്ട് ആണല്ലോ, കുറേ എൻട്രൻസ് സ്ഥാപനങ്ങൾ താങ്കൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് താങ്കളിപ്പോൾ എന്താണ് ഡ്രീംദം ഇ ട്യൂട്ടർ എന്ന പുതിയ വെഞ്ചറുമായിട്ട് ഇറങ്ങാൻ കാരണം എന്താണ്? ആക്ച്വലി ഈ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ അവരുടെ മാത്തമാറ്റിക്കൽ സ്കിൽ പ്രോബ്ലം ചെയ്യാനുള്ള കഴിവ് കുറവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പേടി. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്നും മെന്റൽ എബിലിറ്റി പോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് സബ്ജക്റ്റിൽ നല്ല ഡീപ്പ് നോളേജ്, അതായത് ശരിക്കും നല്ല ക്ലാസ്സുകൾ കൊടുത്ത് ഏറ്റവും മികച്ച അധ്യാപകരുടെ കീഴിൽ നല്ല ക്ലാസ്സുകൾ കൊടുത്താൽ ഉറപ്പായും ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും കുട്ടിക്ക്, ഞങ്ങൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായി ഒരു പക്ഷേ പണ്ട് കാലത്ത് ചെയ്തിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് വളരെ നേരത്തെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഡ്രീംദം ഇ ട്യൂട്ടർ എന്ന് പറഞ്ഞ ട്യൂഷൻ കോൺസെപ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സുരേഷ് കുമാർ, ഒരു കാര്യം കൂടി, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ വെല്ലുവിളികളൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഡ്രീംദം ഇ ട്യൂട്ടർ എന്ന് പറയുന്ന പരിപാടിയിലൂടെ എങ്ങനെയാണ് കഴിയുക? അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഉറപ്പായിട്ട് കഴിയും സാർ. കാരണം ഈ ഇനി വരാൻ പോകുന്ന യുഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഓൺലൈൻ തന്നെയാണ്. പല എക്സാമുകളും ഓൺലൈനായി നടക്കുന്നു. അപ്പോൾ കുട്ടികൾ ഓൺലൈനിൽ ശരിക്കും അവർക്ക് കൃത്യമായ ഒരു നോളജ്, അതായത് എങ്ങനെ ഓൺലൈൻ ഉപയോഗിക്കണം എന്നുള്ളൊരു നോളജാണ് നമ്മുടെ കുട്ടികൾ ലാക്ക് ചെയ്യുന്നത്. ഇഷ്ടംപോലെ നെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയതുകൊണ്ട്, 4Gയും 5Gയും അവൈലബിൾ ആയതുകൊണ്ട് കുട്ടികൾ ഒരുപാട് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് കെയർ ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികളെ ഡിജിറ്റൽ ലിറ്ററസി എങ്ങനെ കൊടുക്കണം, നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യകത എന്ത് ഉപയോഗിക്കാതിരിക്കണം, ആ കാര്യങ്ങളിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് സാർ. ഓക്കെ, താങ്ക് യു. ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന് നമുക്കിപ്പം സംസാരിച്ച ഡ്രീംദം ഇ ട്യൂട്ടർ സിഇഒയുടെ CEO പി സുരേഷ് കുമാറാണ്. ഡ്രീംദം ഇ ട്യൂട്ടർ CEO അദ്ദേഹത്തിന് ഒരുപാട് എൻട്രൻസ് ഒക്കെ നടത്തി നല്ല പരിചയമുള്ള ഒരു ആൾ കൂടിയാണ്. ഒരുപക്ഷെ ഇത്രയും പരിചയസമ്പന്ന ആളുകൾക്ക് കുട്ടികളെ നേർവഴിക്ക് നടത്താൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കാലയളവിൽ ഒരുപാട് ചലഞ്ചസ് കുട്ടികൾക്ക് മുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ.